രണ്ടുപേരുടെ കബറടക്കം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഈ മജീദ് മാഷുടെയും ഭാര്യ റുഖയ്യയുടെയും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരുടേത് 3 പേരുടേത് നിലവിൽ തൊട്ടടുത്തുള്ള പാങ് ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിലാണ്. അത് ഉച്ച കഴിഞ്ഞാണ് നടക്കുന്നത്. ആശ ടീച്ചറുടേത് കൊളത്തൂരിലെ അവരുടെ തറവാട്ട് വീട്ടിലും പ്രധാനാധ്യാപികയായ അജിത ടീച്ചറുടെ മൃതദേഹം വൈകിട്ടോടെ ഷൊർണൂർ ശാന്തി തീരത്തേക്ക് കൊണ്ടുപോകും. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അജിത ടീച്ചറുടെ വീട് പുലാമന്തോളിലാണ് ഉള്ളത്. മൃതദേഹം ഇപ്പോൾ പുലാമന്തോളിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. വലിയ സങ്കടങ്ങളുടെ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. ഈ മജീദ് മാഷ്, അന്തരിച്ച മജീദ് മാഷ്, അദ്ദേഹത്തിന് കാഴ്ചക്കുറവ് ഉള്ളയാളാണ്. ഈ കാഴ്ച പരിമിതി അതിജീവിച്ച് അദ്ദേഹം കുട്ടികളുടെ പാഠ്യേതര വിഷയങ്ങളിലൊക്കെ വലിയ തോതിൽ താല്പര്യത്തോടെ ഇടപെട്ടിരുന്നയാളാണ്. അദ്ദേഹം നാടകരചനയൊക്കെ നടത്തുകയും കുട്ടികളെ അതിൽ അഭിനയിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് വളരെ അടുത്ത് നിന്നിരുന്നയാളാണ്. ഈ ആളുകൾക്കെല്ലാം തന്നെ ഈ സ്കൂളുമായി അത്തരത്തിൽ വളരെ ഒരു അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഈ മരണം സ്വാഭാവികമായും എല്ലാവരെയും വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. 7 പേർ ഈ സ്കൂളിനകത്ത് 9 പേർ ഒരേ ദിവസം ഇല്ലാതാവുന്ന ഒരു സാഹചര്യം. ഒറ്റ അധ്യാപിക മാത്രമാണ് ഈ യാത്രയിൽ നിന്ന് വിട്ടുനിന്നത്. അവർ മാത്രമാണ് ബാക്കിയായി നിൽക്കുന്നത്. ഈ ഒരു സ്കൂളൊക്കെ തുറക്കുമ്പോൾ വലിയ ആശങ്ക സ്വാഭാവികമായും ഈ കുട്ടികൾക്കെല്ലാം ഉണ്ട്, ഈ നാട്ടുകാർക്കുണ്ട്. ഈ കുട്ടികൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകുന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രാഥമികമായി ഇവർക്ക് വേണ്ട ചെലവുകളെല്ലാം തന്നെ സർക്കാർ വഹിക്കുന്നുണ്ട്. വിദഗ്ധ ചികിത്സ, പരിക്കേറ്റ ചികിത്സയിലുള്ളവർക്ക് ഏത് തരത്തിലുള്ള ചികിത്സ വേണമെങ്കിലും അത് ലഭ്യമാക്കുന്നതിനുള്ള ഇടപെടലുകളും നിർദ്ദേശങ്ങളുമൊക്കെ സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. വലിയ ഒരു താങ്ങാനാവാത്ത ഒരു ദുഃഖം നമുക്ക് ഈ പാങ് മേഖലയിൽ നമുക്കിന്ന് കാണാൻ സാധിച്ചിരുന്നു. അപ്രതീക്ഷിതമായുണ്ടായ ഒരു ദുരന്തം. ഇന്നലെ രാവിലെയാണ് അവർ പറമ്പിക്കുളം ആളിയാർ വഴി അതിരപ്പള്ളി യാത്ര തിരിച്ചത്. തൃശ്ശൂർ വഴി കയറി പാലക്കാട് വഴി തിരിച്ചിറങ്ങാനാണ് പദ്ധതിയിട്ടിരുന്നത്. മടക്ക യാത്രയിലാണ് ഇതുപോലെ വലിയൊരു അപകടം ഉണ്ടാവുന്നതും ഈ ദുരന്തം അവരെ തേടിയെത്തുന്നതും. ഇന്നലെ 6 മണിയോടെ ഈ വിവരം പാങ് പ്രദേശത്ത് അറിയുന്നു. പക്ഷേ ഈ അപകടത്തെക്കുറിച്ചൊരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. വലിയ ആശങ്ക ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നു. നിരവധി പേർ മരിച്ചു എന്ന ഒരു പ്രാഥമിക വിവരം മാത്രമാണ് ആദ്യം ലഭിച്ചിരുന്നത്. പക്ഷേ ഒരു 7 മണിയോടെയാണ് ആരൊക്കെ ഉണ്ടായിരുന്നു, എത്ര പേർ മരിച്ചു എന്നതൊക്കെ സംബന്ധിച്ച ഒരു വ്യക്തത ഈ സ്കൂളിലും ഈ നാട്ടുകാർക്കുമൊക്കെ ലഭിക്കുന്നത്. അതോടെ വലിയ വേദനയിൽ ആളുകൾ ഈ സ്കൂൾ പരിസരത്തേക്ക് രാത്രി തന്നെ തടിച്ചുകൂടുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഇന്ന് രാവിലെ മുതൽ ആയിരക്കണക്കിന് ആളുകൾ ഈ മൃതദേഹങ്ങൾ എത്തുന്നത് കാത്തു നിൽക്കുകയായിരുന്നു. തൊട്ടടുത്തുള്ള LP സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവിടെ കൂടുതൽ സൗകര്യങ്ങളുണ്ടായിരുന്നു. അവിടെയാണ് പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നത്. ആയിരക്കണക്കിന് ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കാൻ രാവിലെ മുതൽ ഈ സ്കൂളിൽ കാത്തുനിന്നിരുന്നു. ഏതാണ്ട് 1.5 മണിക്കൂർ നേരം മാത്രമാണ് പൊതുദർശനം ഉണ്ടായിരുന്നത്. അതിനുശേഷം മൃതദേഹങ്ങൾ അതേ ആംബുലൻസിൽ തന്നെ അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അവന്തിക. ശരി, സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്.